അശ്വതി. യെസ്, വെരി ഗുഡ് മോർണിംഗ് അശ്വതി. അശ്വതിയുടെ സ്വന്തം നാടാണ്. തലസ്ഥാനത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ട് അല്ലേ? 2-3 ദിവസം മുമ്പ് ഇതിന് തിരുവനന്തപുരം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ആ വൈബ് ശരിക്കും വൈകുന്നേരമൊക്കെ അവിടെ നിന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പൊങ്കാല എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ പാളയം ഇമാമൊക്കെ പറഞ്ഞത് മസ്ജിദുകളും വീടുകളും ഒക്കെ തുറന്നു കൊടുക്കും. നോമ്പ് തുറയാണെങ്കിൽ പോലും ഭക്ഷണത്തിനൊന്നും ആർക്കും മുട്ടില്ല. അല്ലെങ്കിൽ തന്നെ പൊങ്കാലയ്ക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലല്ലോ. എന്താണ് അപ്പോൾ പൊങ്കാല ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു അശ്വതി? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ഒരു തിരുവനന്തപുരത്തുകാരി എന്ന നിലയിൽ പൊങ്കാലയുടെ വൈബിലേക്ക് കടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, എനിക്ക് പിന്നിൽ കാണുന്ന നടപ്പന്തലാണ്, നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഈ നടപ്പന്തൽ ഓരോ നിയന്ത്രണം വെച്ച് ഓരോ ബാച്ചുകളായി അകത്തേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ 5 മണി മുതൽ കാത്തു നിന്ന് തൊഴാനെത്തിയവരാണ് ഇവർ. കുറച്ചുപേർ മാത്രമാണ് തൊഴുതിറങ്ങിയിട്ടുള്ളത്. അരമണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് അനക്കം വെക്കുന്നത് ഈ ക്യൂവിന്. ഇത് വഴിയിലേക്ക് നീണ്ടു കിടക്കുന്ന ക്യൂ ആണ്. ഇന്ന് എത്രയും തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തി വഴിയരികിൽ ഈ വെയിലത്ത്, ഈ നട്ട വെയിലത്ത് അവരുടെ അടുപ്പൊക്കെ കൂട്ടി പൊങ്കാല കലമൊക്കെ ഒരുക്കി. ഇനിയും മണിക്കൂറുകളുണ്ട് പൊങ്കാലയ്ക്ക്. നമുക്കറിയാം, നാളെ 9:45 പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. അതിനുശേഷം 2:15 വരെ നിവേദ്യത്തിനായി കാത്തിരിക്കണം. ആ കാത്തിരിപ്പിനേക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന നടപ്പന്തലിലെ കാത്തിരിപ്പാണ്. അതായത് ദേവിയെ ഉത്സവ സമയത്തൊന്ന് കാണുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹവും. തൊഴുകൈകളോടെ നിൽക്കുന്ന അമ്മമാരെ നമുക്ക് അവരിലേക്കൊന്ന് പോകാം. എവിടെ നിന്നാണ് വരുന്നത്? പല രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നവരുണ്ട്. വിദേശികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇവിടെ എത്തി തൊഴുതു മടങ്ങുന്നത് നമ്മൾ കണ്ടത്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂര്. ആദ്യമായിട്ടാ ഈ തിരക്കെങ്ങനെയുണ്ട്? അയ്യോ, ഇടിച്ച് ആളനെ കമ്പിരി പഠിച്ചിട്ടുണ്ട്. തിരക്കാണെങ്കിലും തൊഴുതിട്ടേ പോകുന്നു. അതെ, തൊഴുതിട്ട്. പെരുമ്പാവൂര് ആദ്യമായിട്ടാണ്? അല്ല, മൂന്നാമതാണ്. തിരക്കൊട്ടെന്ന് അറിയായിരുന്നു. തിരക്ക് കൂടുതലാണ്. ഇപ്രാവശ്യം തിരക്ക് കൂടുതൽ. ഓരോ തവണയും തിരക്ക് കൂടുതലാണ്. പക്ഷെ അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം, പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിൽ 4 സോണുകളായി തിരിച്ചുകൊണ്ട് 5000-ത്തിലധികം പോലീസുകാരെയാണ് ഇത്തവണ വിന്യസിച്ചിട്ടുള്ളത്. ഇവരിലേക്ക് കൂടി ഒന്ന് പോകാം. പേരെന്താ? ലീന. എവിടെന്നാ? കണ്ണൂർ. എന്നാ വന്ന്? തളിപ്പറമ്പ്, കണ്ണൂർ തളിപ്പറമ്പ്. എത്ര പേരാ? നമ്മളെ എല്ലാ 90 പേരുണ്ടാവും. 90 പേരാണ് വന്നിരിക്കുന്നത്. 2 ബസ്. എത്ര ദിവസത്തെ ഒരുക്കമായിരുന്നു? ഇന്നലെ ഉച്ചക്ക് വിട്ട് ഒരാഴ്ചത്തെ വ്രതം എടുത്താണ്. വ്രതം ഒരുക്കം ഒരാഴ്ച. പിന്നെ ഇന്നലെ ബസ് എല്ലാ തവണയും വരുന്ന? അല്ല, ഫസ്റ്റ് ടൈം. ഞാൻ കഴിഞ്ഞ. അപ്പൊ നിങ്ങൾ കുറച്ചുപേര് വരും, അവർ പോയി എക്സ്പീരിയൻസ് പറയും, കുറച്ചുപേരിങ്ങനെ പോകും. അങ്ങനെ വന്നത്. കണ്ണൂരിൽ നിന്ന് വന്നവരാണ്. ഇതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന നിരവധി പേരാണ് ഉള്ളത്. ഇവര് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറെ സമയമായി. ഇവിടെ നേർച്ച 5:30 വന്നതാണ്. ഇതുവരെ തൊഴാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ കാത്തു നിന്ന് തൊഴുതിട്ടേ പോകും. ഇവിടെ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. അത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഡോക്ടർ അരുൺകുമാർ. അന്ന് തുടങ്ങിയ തോറ്റമ്പാട്ട് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. കണ്ണകി ദേവിയുടെ ചരിതം, അതാണ് തോറ്റമ്പാട്ടായി ഇവിടെ പാടുന്നത്. അത് ഓരോ ദിവസവും ഓരോ ഭാഗമാണ് വായിക്കുന്നത്. 9ാമത്തെ ദിവസം, ഇന്ന് 8ാം ദിവസമാണ്. ഉത്സവം തുടങ്ങി 9ാമത്തെ ദിവസമാണ് ഈ പൊങ്കാല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞു. ഇനി ആ ഒരു കാത്തിരിപ്പാണ് ഉള്ളത്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആതിഥേയത്വത്തിന്റെ അങ്ങേയറ്റത്തെത്തുന്ന ഒരു സമയം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഓണാഘോഷം കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് ഈ ഒരാഴ്ചയാണ് എന്ന് പറയാം. ഒരു തിരുവനന്തപുരത്തുകാരി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളായുള്ള പൊങ്കാല റിപ്പോർട്ടിങ്ങിന്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓരോ തവണയും ഇവിടെ എത്തുന്ന ആളുകളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്ന് ആലോചിച്ച് ഓരോ തിരുവനന്തപുരത്തുകാരും സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.